മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ എപ്പിസോഡിൽ ഉണ്ണീനെയും കൊണ്ട് പോലീസ് തെളിവെടുപ്പ് നടത്തുന്നതാണ് കേട്ടോ കാണിക്കണത്. അപ്പോൾ ഉണ്ണിയുടെ ഷെൽഫിൽ നിന്നും ഒരു ബാഗ് നിറച്ചും ക്യാഷ് എടുത്ത് പോലീസിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പോലീസുകാരൻ ആ ക്യാഷൊക്കെ എടുത്ത് നോക്കിയിട്ട് പറയുന്നുണ്ട്, നീ ആൾ കൊള്ളാലോടാ, വേണ്ട കാശാണല്ലോ ഇവിടെ കൊണ്ടു വെച്ചേക്കണേ എന്നൊക്കെ പറയണു. നീ എന്തായാലും നല്ല രീതിയിൽ പെരുമാറിയത് നന്നായി, ഇല്ലെങ്കിൽ നീ വിവരം അറിഞ്ഞേനെ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇറങ്ങടാ പുറത്തേക്ക് പോകും എന്നും പറഞ്ഞ് ഉണ്ണിയെ ഉന്തി തള്ളി പുറത്തേക്ക് ഇറക്കുന്നുണ്ട് റൂമിൻ്റെ. അതിനുശേഷം പറയുന്നുണ്ട്, നിൻ്റെ അമ്മയും പെങ്ങളും നീ എന്ത് തെറ്റാ ചെയ്തതെന്ന് അറിയാൻ വേണ്ടി ആകാംക്ഷയോടുകൂടി താഴെ ഇരിക്കുന്നുണ്ട്. അവരെ നമുക്ക് പോയി ഇതെന്താന്നുള്ളത് കാണിച്ചു കൊടുക്കാം എന്നും പറഞ്ഞ് താഴേക്ക് വരുന്നു. ആ സമയത്ത് കണ്ണനും മഹാലക്ഷ്മിയൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് കണ്ണൻ ദുർഗയോട് ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ പ്രശ്നം, ഇവിടെ പോലീസൊക്കെ വന്നേക്കണേ എന്തിനാന്ന് ചോദിക്കുമ്പം ദുർഗ പറയുന്നുണ്ട്, അറിയില്ല മോനെ, ഉണ്ണീനെയും കൊണ്ട് അവർ ഉണ്ണിയുടെ റൂമിലോട്ട് പോയിട്ടുണ്ട്, കാര്യം എന്താണെന്നറിയില്ല. ആ സമയത്ത് ഉണ്ണീനെയും കൊണ്ട് പോലീസുകാർ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അപ്പം ദുർഗയും മഞ്ജുവൊക്കെ ഇങ്ങനെ സങ്കടത്തോടു കൂടി നിൽക്കുന്നുണ്ട്. ഉണ്ണിയാണെങ്കിൽ ആകെ നാണം കെട്ട രീതിയിലാണ് എഴുന്നേറ്റ് വരുന്നത്. ആ സമയത്ത് കണ്ണൻ പോലീസിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ സാറേ കാര്യം എന്ന് ചോദിക്കുമ്പം കാര്യം കൺസ്ട്രക്ഷൻ കമ്പനിയുടെ പേരും പറഞ്ഞ് ഇവൻ ഒരുപാട് തട്ടിപ്പ് നടത്തി കള്ളപ്പണം വെളുപ്പിക്കലാണ് ഇവൻ്റെ പണി, അമ്മയും പെങ്ങളും ഇതൊന്ന് കണ്ടോന്നും പറഞ്ഞുകൊണ്ട് ആ ബാഗ് തുറന്ന ആ കാശൊക്കെ അവരെ കാണിച്ചു കൊടുക്കണു. ബാഗിലുള്ള നോട്ടുകെട്ട് കണ്ട് കണ്ണനും മഞ്ജുവും ദുർഗയും അതുപോലെ മഹാലക്ഷ്മി എല്ലാം അത്ഭുതപ്പെട്ട് ഉണ്ണിയുടെ നേരെയും പോലീസിൻ്റെ നേരെയൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇവർക്കൊക്കെ നല്ല ഭയമാവുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കണ്ണൻ ആ പോലീസുകാരൻ്റെ അടുത്തേക്ക് എന്നിട്ട് പറയുന്നുണ്ട്, സാർ ഞാൻ ഈ കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ MD ആണ് എന്ന് പറയുമ്പോൾ, താങ്കളായിരുന്നു അത്, അപ്പോൾ താങ്കളുടെ അനിയന് ഈ ഒരു പണിക്ക് പോകേണ്ട എന്തായിരുന്നു കാര്യം എന്ന് ചോദിക്കുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, അത് തന്നെയാണ് ഞാനും ചോദിക്കുന്നത്, ഇവനക്ക് ഈ ഒരു പണി ചെയ്യേണ്ട കാര്യം എന്തായിരുന്നു. പിന്നീട് ആ പോലീസുകാരൻ പറയുന്നുണ്ട്, കുടുംബത്തിൻ്റെയും കമ്പനിയുടെയും പേര് കളയാനായിട്ട് ഇതുപോലെ ഓരോന്ന് ജനിക്കും, എത്ര കൊമ്പത്തുള്ള ആളാന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ സാറേ എന്നൊക്കെ ആ പോലീസുകാരൻ പറയണു. പിന്നീട് ഉണ്ണിയോട് നടക്കടാ പോകാമെന്നും പറഞ്ഞുകൊണ്ട് ഉണ്ണിയെ കൊണ്ടുപോകുന്നു. ആ സമയത്ത് ദുർഗയും മഞ്ജും കൂടി കരഞ്ഞുകൊണ്ട് പുറകെ ഓടുന്നുണ്ട്. സാറേ ഇവനക്കൊരു അബദ്ധം പറ്റിയതായിരിക്കും, ഒരു പ്രാവശ്യത്തേക്ക് ഇവനോട് ക്ഷമിക്കണം, ഇവനെ വെറുതെ വിടണം എന്ന് പറയുമ്പം പോലീസുകാരൻ ദുർഗയോട് ചോദിക്കുന്നുണ്ട്, അബദ്ധമോ, കള്ളപ്പണം വെളുപ്പിക്കുന്നത് ക്രിമിനൽ കുറ്റമാണ്, അത് ഇവനെന്നല്ല ആര് ചെയ്താലും അതിന് ശിക്ഷ ഒന്ന് തന്നെയാണ്, പിന്നെ ഇനി ഞങ്ങൾ ഇവനക്ക് വേണ്ടി നിയമം മാറ്റി എഴുതണോ എന്നൊക്കെ പറഞ്ഞ് ദുർഗയോട് ദേഷ്യപ്പെടുന്നു. ആ സമയത്ത് കണ്ണൻ അങ്ങോട്ട് വരുന്നുണ്ട്. ആ സമയത്ത് മഞ്ജു പോലീസുകാരനോട് പറയുന്നുണ്ട്, ആദ്യമായിട്ടാണ് ഉണ്ണിയേട്ടന് ഇങ്ങനെ ഒരു അബദ്ധം പറ്റണേന്ന് പറയുമ്പം പോലീസുകാരൻ പറയുന്നുണ്ട്, എല്ലാവരും ആദ്യമായിട്ടാന്ന് പറയും, പിന്നീട് ഇവനെ ചോദ്യം ചെയ്ത് കഴിയുമ്പോൾ അറിയാം ഇവൻ തുടങ്ങിയിട്ട് എത്ര കാലമായെന്ന്, അതൊക്കെ പറയിപ്പിക്കാൻ ഞങ്ങൾക്ക് അറിയുകയും ചെയ്യാമെന്ന് പറയുമ്പം ദുർഗയ്ക്ക് ആകെ സങ്കടത്തോടു കൂടി നിൽക്കുന്നുണ്ട്. ആ സമയത്ത് കണ്ണൻ പറയാണ്, ഇത്തരം പ്രവൃത്തി ചെയ്തവരെ വെറുതെ വിടരുത് സാറേ, ഇവനക്ക് ആവശ്യത്തിനുള്ള ശമ്പളമുണ്ട്, കൂടാതെ ഇൻസെൻറ്റീവും കൊടുക്കുന്നുണ്ട്, പിന്നെയും ഇവൻ ഇതുപോലെ ചെയ്തത് എന്തിനാ എന്ന് കണ്ണൻ പോലീസിനോട് ആയിട്ട് പറയുമ്പം ദുർഗയ്ക്കും മഞ്ജുവിനും ഉണ്ണിക്കും കണ്ണനെ കൊല്ലാനുള്ള ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് കണ്ണൻ പോലീസിനോട് പറയുന്നുണ്ട്, ഇവനക്ക് നിയമത്തിൻ്റെ ഒരു പരിരക്ഷയും കൊടുക്കേണ്ട കാര്യമില്ല, ഇവനക്ക് തക്കതായ ശിക്ഷ തന്നെ കൊടുക്കണം, ഇതുപോലെയുള്ള കുറ്റങ്ങളിനി ചെയ്യാതിരിക്കണമെങ്കിൽ അങ്ങനെയാണ് വേണ്ടതെന്നൊക്കെ പറയുമ്പം പോലീസുകാരൻ പറയുന്നുണ്ട്, ഇതുപോലെയുള്ള ആളുകളെയൊക്കെ കമ്പനിയിൽ വെച്ചുകൊണ്ടിരുന്നാൽ അത് കമ്പനിയുടെ പേരിന് ദോഷം ചെയ്യും എന്ന് പറയണു. പിന്നീട് പോലീസ് ഉണ്ണിയോട് നടക്കണമെന്ന് പറഞ്ഞു ഉണ്ണീനെ ഉന്തി തള്ളി കൊണ്ടുപോകുന്ന സമയത്ത് ദുർഗയും മഞ്ജു മോനെ ഏട്ടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുറകെ ഓടുന്നുണ്ട്. പിന്നീട് കണ്ണൻ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്, നമ്മളെയൊക്കെ അവൻ ഇന്നലെ ഒരുപാട് വേദനിപ്പിച്ചു, അതിൻ്റെ ശിക്ഷ ഇപ്പം അവനക്ക് കിട്ടിയേക്കണേ എന്നൊക്കെ കണ്ണൻ പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ഉണ്ണീനെയൊക്കെയാണ്. ഉണ്ണീനെയും കൊണ്ട് പോലീസ് പോണ സമയത്ത് ദുർഗ എന്നിട്ട് പോലീസിനോട് പറയുന്നുണ്ട്, സാറേ എൻ്റെ മോൻ്റെ ഭാവി ഇതോടുകൂടി തീരും, അതുകൊണ്ട് സാറേ എങ്ങനെയെങ്കിലും ഈ കേസിൽ നിന്ന് അവനെ ഒഴിവാക്കണം എന്ന് പറയുമ്പം നിങ്ങളുടെ മോനക്ക് വേണ്ടി നിയമം മാറ്റി എഴുതാനൊന്നും എനിക്ക് സാധിക്കില്ല എന്ന് പറയണു. അതിനുശേഷം ദുർഗയോട് പോലീസ് പറയുന്നുണ്ട്, കള്ളപ്പണം സംസ്ഥാനത്ത് ഒഴുകുന്നതിനെക്കുറിച്ച് ഒരുപാട് പരാതികളുണ്ട്, മേളിൽ നിന്നുള്ള ഓർഡർ അനുസരിച്ചാണ് ഞങ്ങളിപ്പോൾ ഇവനെ പൊക്കിയത്, ഇവനെ മാത്രമല്ല ഇവനക്ക് ഈ പണം എത്തിച്ചു കൊടുത്തവരെ ഞങ്ങൾ പിടിക്കുമെന്നൊക്കെ പറയണു. ആ സമയത്ത് ദുർഗ ഉണ്ണിയോട് ചോദിക്കുന്നുണ്ട്, മോനെ നീ എന്തിനാ ഇത് ചെയ്തതെന്ന്, എനിക്ക് ഇതിൻ്റെ ആവശ്യം എന്തായിരുന്നു എന്ന് ചോദിക്കുമ്പം ഉണ്ണി പറയുന്നുണ്ട്, ഇപ്പോൾ കിട്ടുന്ന പണം എനിക്ക് തികയാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തതെന്ന് പറയുമ്പം ദുർഗ ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുന്നുണ്ട്. അത് കേട്ടതും ആ പോലീസുകാരൻ ദുർഗയോട് പറയുന്നുണ്ട്, അതേ കേട്ടല്ലോ ഇപ്പോൾ അവൻ പറഞ്ഞത് പണം തികയാത്തത് കൊണ്ടാണെന്ന്, ഇങ്ങനെയുള്ളവൻ കുറച്ച് കഴിയുമ്പം ഒരു വീട് കുത്തിപ്പൊളിച്ച് അതിൻ്റെ അകത്ത് കയറി വീട്ടിലുള്ളവരെയൊക്കെ കൊന്നിട്ട് അവിടെ നിന്ന് സ്വർണവും പണവും കവറില്ലാന്ന് എന്താ ഉറപ്പ്, ഇവനെപ്പോലെ ഉള്ളവർ പണത്തിന് ആവശ്യം വരുമ്പോൾ അതും ചെയ്യുമെന്ന് പറയണു. ഇത്തരക്കാരെ കണ്ടു കഴിഞ്ഞാൽ മാതൃകപരമായി ശിക്ഷിച്ചേ പറ്റൂ എന്നും പറഞ്ഞ് പോലീസ് ഉണ്ണിയോട് കയറുക വണ്ടിയിൽ നിന്നും പറഞ്ഞ് വണ്ടിയിലേക്ക് കയറ്റണു. ആ സമയത്ത് മഞ്ജുവും ദുർഗയും അവിടെ നിന്ന് കരയുന്നുണ്ട്. എന്നിട്ട് പോലീസ് ഉണ്ണിയെ ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുമ്പം മഞ്ജു ദുർഗ അതിൻ്റെ പുറകെ ഓടുന്നുണ്ട്. എന്നിട്ട് ജീപ്പ് പോണ കണ്ട് കുറച്ച് നേരം കൂടി അവിടെ നിന്ന് കരഞ്ഞതിന് ശേഷം അകത്തേക്ക് തിരിഞ്ഞ് ഓടുന്നുണ്ട് കണ്ണൻ്റെ അടുത്തേക്ക്.
കണ്ണൻ്റെ മഹാലക്ഷ്മിയുടെ അടുത്ത് ചെന്നിട്ട് ദുർഗ കണ്ണനോട് പറയുന്നുണ്ട്, മോനെ ഏതെങ്കിലും ആളെ വിളിച്ച് പറഞ്ഞ് എൻ്റെ കുഞ്ഞിനെ ഒന്ന് രക്ഷിക്കടാ, ആരെയെങ്കിലും ഒന്ന് വിളിച്ച് പറയടാ എന്ന് പറയുമ്പം കണ്ണനൊന്നും മിണ്ടുന്നില്ല. ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട്, ഇതൊക്കെ മീഡിയാസ് അറിഞ്ഞാൽ നാണക്കേടാ കണ്ണേട്ടാ, എത്രയും പെട്ടെന്ന് ഉണ്ണിയേട്ടനെ രക്ഷിക്കുമെന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട്, മീഡിയാസൊക്കെ അറിയട്ടെ, നാണം കെടട്ടെ, നാണം കെടണം, കമലേശ്വരത്തെ പയ്യന് ഇങ്ങനെയൊരു സ്വഭാവം കൂടി ഉണ്ടെന്ന് എല്ലാവരും അറിയട്ടെ എന്ന് പറയുമ്പോൾ ദുർഗ പറയുന്നുണ്ട്, കണ്ണ അവൻ നിൻ്റെ അനിയനല്ലേടാ എന്ന് ചോദിക്കുമ്പം കണ്ണൻ പറയുന്നുണ്ട്, അനിയനായാലും ചേട്ടനായാലും ചെയ്ത തെറ്റ് അത്രയ്ക്കും ഗുരുതരമായിട്ടുള്ള തെറ്റാ, ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത തെറ്റാ, കുറ്റം ആര് ചെയ്താലും ശിക്ഷിക്കപ്പെടണം എന്നൊക്കെ പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഇതിൽ ആ മേഘനാഥനും പങ്കുണ്ടാവാൻ സാധ്യതയുണ്ട് കണ്ണേട്ടാന്ന്. അപ്പോൾ മഞ്ജു ഭയങ്കര ദേഷ്യത്തോടു കൂടി മഹാലക്ഷ്മിയെ നോക്കണു. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, മേഘന് മാത്രമല്ല അവൻ്റെ അച്ഛനും പങ്കുണ്ടാവും, എല്ലാവരും കൂടി അറിഞ്ഞുകൊണ്ടായിരിക്കും ഇത് ചെയ്തിരിക്കുന്നത്, അവസാനം ഇവൻ മാത്രം പെട്ടുവെന്നേ ഉള്ളൂ. മേഘന് അത്യാവശ്യം കള്ളങ്ങളൊക്കെ ചെയ്യാൻ അറിയാവുന്ന കൂട്ടത്തിലാണ്, അതുകൊണ്ട് തന്നെ അവൻ പിടിക്കപ്പെടാതെ നിൽക്കാനും അവനക്ക് അറിയാം. പക്ഷേ ഇവൻ അങ്ങനെയാണോ? ഇവനിപ്പോൾ കുറേ നാളായിട്ട് ഞാനുമായിട്ടുള്ള മത്സരത്തിലാണ്, അവൻ്റെ ഭാര്യയുടെ മുമ്പിൽ അവൻ വലിയ സംഭവമാണെന്ന് കാണിക്കാനുള്ള തന്ത്രപ്പാടിലാണ് അവൻ എന്നൊക്കെ പറയുമ്പം ദുർഗയ്ക്കും മഞ്ജുവിനൊക്കെ ഭയങ്കര ദേഷ്യവും സങ്കടമൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നീട് കണ്ണൻ പറയുന്നുണ്ട്, എൻ്റെ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ പേരും പറഞ്ഞാണ് അവൻ ഇങ്ങനെ വെട്ടിപ്പ് നടത്തിയിരിക്കുന്നത്, അപ്പോൾ കേസ് വന്നിട്ടുണ്ടെങ്കിൽ ഞാനും അതിൽ പ്രതിയാവും, കാരണം കമ്പനി അവൻ്റെ പേരിലല്ല എൻ്റെ പേരിലാണെന്ന് പറയുമ്പം ദുർഗ പറയുന്നുണ്ട്, നീ ഒരു വക്കീലല്ലേ മോനെ, നിനക്ക് അവനെ ചെന്ന് ജാമ്യത്തിൽ ഇറക്കാൻ പറ്റില്ല എന്ന് ചോദിക്കുമ്പം ഈ ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ പോകുന്ന അമ്മ വിചാരിക്കണ്ട, ഞാൻ പോവില്ല എന്നൊക്കെ കണ്ണൻ പറയണു. അപ്പം മഞ്ജുവൊക്കെ പറയുന്നുണ്ട്, എന്തിനാ ഏട്ടാ ഇത്ര വാശി, കുടുംബത്തിൽ ഒരാൾക്കൊരു ആപത്ത് വരുമ്പം അയാളെ രക്ഷിക്കണ്ടേ, അതിനിങ്ങനെ വാശി വിചാരിക്കാവോ ഏട്ടാന്ന് ചോദിക്കുമ്പം കണ്ണൻ പറയുന്നുണ്ട്, ഇത് വാശിയല്ല, ഈ കാര്യത്തിന് ഞാൻ കോടതിയിലും പോവില്ല, സ്റ്റേഷനിലേക്കും പോവില്ല, എങ്ങോട്ടും പോവില്ല, ഈ കേസിൽ ഞാൻ ഇടപെടുകയില്ല എന്ന് ദുർഗയോടും മഞ്ജുവിനോടും പറയുന്നു. എൻ്റെ അച്ഛനായിട്ടുണ്ടാക്കിയ കമ്പനി ഇത്, കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാനാണിത് നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഇതിനിടയ്ക്ക് ഒരു പേരുദോഷം പോലും എൻ്റെ കമ്പനിക്ക് വന്നിട്ടില്ല. പിന്നെ എൻ്റെ അച്ഛൻ്റെ മരണശേഷം എൻ്റെ അമ്മാവൻ ഇത് നടത്തി തുടങ്ങിയപ്പോൾ ഇതിന് കുറച്ച് പേരുദോഷമൊക്കെ വന്നിരുന്നു. അന്ന് അമ്മാവൻ കുറേ അഴിമതിയൊക്കെ നടത്തിയിട്ടുണ്ട്, പിന്നീട് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ കുഞ്ഞുനാൾ മുതൽ ഉണ്ണി ഫോളോ ചെയ്തിരുന്നത് മേഘനയാണ്, അതുകൊണ്ട് തന്നെ മേഘൻ്റെ സ്വഭാവമൊക്കെ അവനക്ക് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ കണ്ണൻ ദുർഗയോട് പറയണു. അപ്പോൾ ദുർഗ കണ്ണനോട് ചോദിക്കുന്നുണ്ട്, ഇപ്പം അതൊക്കെ പറയേണ്ട നേരമാണോ മോനെ, അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കുമെന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട്, ആങ്ങളയോട് വിളിച്ചു പറ, ആങ്ങളെയും ആങ്ങളയുടെ മോനും കൂടി വഷളാക്കിയ അനന്തരവനെ രക്ഷിക്കാൻ ഞാൻ ഇതിലിടപെടില്ല എന്ന് പറയുമ്പോൾ ദുർഗയും മഞ്ജു ഇങ്ങനെ ദേഷ്യത്തോടു കൂടി നോക്കുന്നുണ്ട്. പോലീസ് ഉണ്ണിയെ ശരിക്കും ഒന്ന് ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പോലീസ് അമ്മാവൻ്റെ വീട്ടിലും കയറാൻ സാധ്യതയുണ്ട്, ഇതിൽ അമ്മാവനും മേഘനാഥനും പെടാൻ സാധ്യതയുണ്ട്. അപ്പം ഉണ്ണിക്കൊരു കൂട്ടായി അമ്മാവനും മേഘനാഥനും കൂടി ലോക്കപ്പിലേക്ക് അവന് കൂട്ടായിട്ട് ചെല്ലുമല്ലോ എന്ന് പറയുമ്പം മഞ്ജു പറയുന്നുണ്ട്, എല്ലാവരെയും പോലീസ് സ്റ്റേഷനിലും കോടതിയിലും കയറ്റാനാണ് കണ്ണേട്ടനിപ്പോൾ താല്പര്യം എന്ന് പറയുമ്പം അങ്ങനെ ഞാൻ താല്പര്യപ്പെട്ടാലും ആരും പോവില്ല, തെറ്റ് ചെയ്തവർ മാത്രമേ ഈ കോടതിയും പോലീസ് സ്റ്റേഷനൊക്കെ കയറി ഇറങ്ങേണ്ട വരുള്ളൂ എന്ന് പറയണു. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട്, മഞ്ജു നീ ഒന്ന് അമ്മാവനെ വിളിച്ചേന്ന്. പിന്നീട് പറയണു, നീ വിളിക്കണ്ട, ഞാൻ തന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ദുർഗ അങ്ങോട്ട് പോകണു. ആ സമയത്ത് കണ്ണൻ ദുർഗയോട് പറയുന്നുണ്ട്, ആ വഴി നോക്കുന്നതായിരിക്കും നല്ലത്, കാരണം അത്യാവശ്യം തെറ്റുകളൊക്കെ ചെയ്യണ ആളായതുകൊണ്ട് തന്നെ തെറ്റ് ചെയ്യുന്നവരെ രക്ഷിക്കാനുള്ള കഴിവൊക്കെ അമ്മാവനുണ്ട്. അപ്പോൾ അമ്മാവനെ വിളിക്കുമെന്ന് പറയുമ്പം ദുർഗ ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട്, നീ മിണ്ടരുത്, ഇതിനു മുമ്പ് ഈ കുടുംബത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ആപത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി മുന്നിട്ട് ഇറങ്ങുന്നവൻ നീയായിരുന്നു, ഇപ്പോൾ ഇവള് നിൻ്റെ ജീവിതത്തിലോട്ട് വന്നതോടുകൂടി നീ ആകെ ദുഷ്ടനായി മാറി എന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട്, മഹി എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം ഞാൻ കുറച്ചും കൂടി നല്ലൊരു മനുഷ്യനാവുക ചെയ്തേ, ഇതിനു മുമ്പ് ഞാൻ ഇതുപോലുള്ള കേസുകളിൽ ഇടപെട്ടിട്ടില്ല, മാത്രവുമല്ല വിവാഹത്തിന് മുമ്പ് ഉണ്ണി ഇതുപോലുള്ള ഒരു തെറ്റും ചെയ്തിട്ടുമില്ല, മേഘനാണ് ഇതിന് അവന് വളം വെച്ച് കൊടുത്തോണ്ടിരുന്നത്. ഇപ്പം അവൻ എന്നെ വെല്ലുവിളിച്ചുകൊണ്ട് പോയത് എന്തുകൊണ്ടാണെന്നിപ്പോൾ എനിക്ക് മനസ്സിലായി, അവൻ്റെ കയ്യിൽ കള്ളപ്പണം ഉണ്ട്, അതുകൊണ്ട് എന്നെ ആശ്രയിക്കാണ്ട് അവനക്ക് ജീവിക്കാമെന്നുള്ള അഹങ്കാരം കൊണ്ടാണ് അവൻ എന്നെ വെല്ലുവിളിച്ച് പോയത് എന്നൊക്കെ കണ്ണൻ പറയണു. ആ സമയത്ത് മഹി പറയുന്നുണ്ട്, ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത തെറ്റാ ഉണ്ണി കണ്ണേട്ടനോട് ചെയ്തതെന്ന് പറയുമ്പം ദുർഗ പറയുന്നുണ്ട്, നീ മിണ്ടരുതെന്ന് പറയുമ്പോൾ കണ്ണൻ ചോദിക്കുന്നുണ്ട്, മിണ്ടിയാൽ എന്താ കുഴപ്പം, എൻ്റെ ഭാര്യയ്ക്ക് ഇവിടെ മിണ്ടാം, എൻ്റെ വീട്ടിൽ താമസിക്കുമ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് ഇവിടെ മിണ്ടാമെന്ന് പറയുമ്പോൾ ദുർഗ പറയുന്നുണ്ട്, എൻ്റെ ഭാര്യ നിനക്ക് എന്നാ ഭാര്യ ഉണ്ടായത് എന്ന് ചോദിക്കുമ്പം കണ്ണനൊന്നും മിണ്ടുന്നില്ല. അതിനുശേഷം ദുർഗ പറയുന്നുണ്ട്, ഇവള് വരുന്നതിന് മുമ്പ് നിനക്ക് അമ്മയും പെങ്ങളും അനിയനും ഒക്കെ ഉണ്ടായിരുന്നു, ഇവള് വന്നതിന് ശേഷമാണ് അതൊക്കെ ഇല്ലാണ്ടായതെന്ന് പറയുമ്പം ശരിയാ, എനിക്ക് അമ്മയും പെങ്ങളും അനിയനൊക്കെ ഉണ്ടായിരുന്നു, അവരുടെ മനസ്സിലിരിപ്പ് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായത് ഈ അടുത്ത കാലത്താ എന്ന് പറയണു.
ഞാൻ ഈ വീൽ ചെയറിൽ നിന്ന് ഒരിക്കലും എഴുന്നേക്കരുതെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഈ പറഞ്ഞവരൊക്കെ എന്ന് പറയുമ്പോൾ ദുർഗ പറയുന്നുണ്ട്, അതും ഇവൾ പറഞ്ഞ് ഫലിപ്പിച്ചതായിരിക്കും എന്ന് പറയുമ്പം അല്ല, ഒരിക്കലും അല്ല, ഇത് തോമസ് വൈദ്യർ പ്രൂവ് ചെയ്തതാണ്, എൻ്റെ മരുന്നിൽ മായം ചേർത്താണ് എനിക്ക് തരുന്നതെന്നുള്ള കാര്യം. അത് കേട്ടതും ദുർഗയും മഞ്ജുവും അല്ലാണ്ടാവുന്നുണ്ട്. എന്നാലും അവർ തർക്കിക്കുന്നുണ്ട്. മായം ചേർത്തെങ്കിൽ അത് ഇവർ തന്നെയായിരിക്കും എന്ന് മഞ്ജു പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട്, എന്നെ നിർബന്ധിച്ച് തോമസ് ഡോക്ടറുടെ അടുത്തേക്ക് ചികിത്സിക്കും ഉണ്ടോയാ ഇയാൾ മായം ചേർക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുമോ? അങ്ങനെയാണെങ്കിൽ പിന്നെ ഇയാൾക്ക് എന്നെ ചികിത്സിക്കാണ്ടിരുന്നാൽ പോരെ എന്നൊക്കെ പറയണു. ആ ഒരു സീനിലാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം.